ഗൈസ്, ഈ ഒരു ടോപ്പിൽ കാണുന്ന ഈ ഒരു വൈഡ് ബ്യൂട്ടിഫുൾ നെക്ക് ഞാൻ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തതെന്ന് കണ്ടാലോ? ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് ഞാൻ വേറൊരു തുണിയിൽ ഡെമോ കാണിച്ചു തരാം. അപ്പോൾ വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴത്തേക്കുള്ള ലെങ്ത് ഒരു 5.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അവിടെ നിന്ന് 3 ഇഞ്ചിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് ആ ഒരു കോർണർ ഇതുപോലെ ഒന്ന് വരയ്ക്കാം. അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് കിട്ടാറുണ്ട്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നതുകൊണ്ട് ഒരു പതർച്ച സംഭവിച്ചു ഗൈസ്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇതുപോലെ അത് കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. ഇത് ലൈനിങ് ഉള്ള ഇതിലാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാറ്. ഇല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് വേറൊരു മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്യാറ്. നമ്മൾ നെക്ക് പല രീതിയിലും പല മെത്തേഡിലും സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഇത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ഒരു ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ലൈനിങ്ങിന്റെ മുകളിലേക്ക് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ച മെയിൻ ക്ലോത്ത് വെച്ചിട്ട് പേൾപ്പിന് കുത്തി സെക്യൂർ ചെയ്യാം. എന്നിട്ട് നെക്കിന്റെ ഭാഗം 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ അതിന്റെ അരികത്തൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ലൈനിങ്ങിന്റെ ആ ഒരു നെക്കിന്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് സ്റ്റിച്ചിൽ മുട്ടാണ്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ മുട്ടാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മൾ ലൈനിങ്ങിന്റെ മറച്ചിട്ട് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടും. നമ്മുടെ ഈ നെക്കിന്റെ മേളിൽ അരികത്ത് കൂടെ ഒന്ന് പതിച്ചടിക്കുകയാണെങ്കിൽ നമ്മുടെ നെക്ക് നല്ല അടിപൊളി സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ലാർജ് എക്സൽക്കാർക്കൊക്കെ ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. തയ്ക്കുന്ന സംഗതികളുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പത്തുള്ള നാളെ കാണാൻ.